ലബൂബു, ഈവിൾ, ഡെവിൾ, ഡോളോ, ജൂനിയർ മാൻഡ്രേഗോ. ലബൂബുവിനെ വാങ്ങിയാൽ 8ന്റെ പണി കിട്ടുമോ? ചൈനീസ് കമ്പനി പോപ്പ് മാർട്ടിന്റെ ലബൂബു പാവയെക്കുറിച്ച് കഴിഞ്ഞയാഴ്ച ഒരു വീഡിയോ ചെയ്തിരുന്നു. ഒന്ന് ഇരുട്ടി വെളുത്തപ്പോഴേക്ക് പോപ്പ് മാർട്ട് ഉടമ വാങ്നിങ്ങിനെ ഫോബ്സ് കോടീശ്വര പട്ടികയിൽ വരെ എത്തിച്ച കക്ഷിയാണ് അഗ്ലി ക്യൂട്ട് എന്നറിയപ്പെടുന്ന ലബൂബു. വാങ്നിങ് എന്തായാലും കോടീശ്വരനായി. എന്നാൽ വാങ്ങുന്നവരൊക്കെ പണി വാങ്ങുന്നു. നമ്മുടെ ജൂനിയർ മാൻഡ്രേക്കിനെ പോലെ സന്തോഷത്തോടെ വാങ്ങിയവരും ഗിഫ്റ്റായി കിട്ടിയവരുമെല്ലാം ഇപ്പോൾ പൊട്ടിക്കരയുകയാണെന്നും ഇവൻ ലബൂബു അല്ല പസൂസുവാണ്, ലബൂബുവിനെ വാങ്ങരുതെന്നും ഒക്കെ മുന്നറിയിപ്പ് നൽകുന്ന വീഡിയോകളും സന്ദേശങ്ങളും ഇന്റർനെറ്റിൽ അങ്ങ് പാറി പറക്കുകയാണ്. ശരിക്കും ലുക്ക് പോലെ ലക്ഷണം കെട്ട പാവയാണോ ലബൂബു? ലബൂബു കൊണ്ടുവരുന്നത് നെഗറ്റീവ് എനർജിയോ? വിദഗ്ധർ പറയുന്നത് എന്താണ്? സെലിബ്രിറ്റി ഷെൽഫുകൾ മുതൽ വിംബിൾഡണിൽ വരെ എത്തിയ ലബൂബു പാവകൾ ഉണ്ടക്കണ്ണും നിരതെറ്റിയ പല്ലുമൊക്കെ വെച്ച് ലോകമങ്ങ് കീഴടക്കിയത് നമ്മൾ അത്ഭുതത്തോടെയാണ് കണ്ടത്. കൗതുകത്തോടെ നമ്മൾ കണ്ട ലബൂബുകൾ പൈശാചിക ഭാവമുള്ള പുരാതന രാക്ഷസനായ പസൂസുവിന്റെ ബന്ധുവാണെന്ന് കാണിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം പോസ്റ്റ് വൈറലായതോടെയാണ് പാവ വിവാദത്തിൽപ്പെടുന്നത്. സംഭവം ഒരു കോൺസ്പിറസി തിയറി അഥവാ ഗൂഢാലോചന സിദ്ധാന്തമാണോ എന്ന് സംശയിക്കുന്ന മട്ടിൽ വാങ്ങിയ ആരാധകർ ലബൂബുവിനെ നശിപ്പിക്കുന്നു എന്ന റിപ്പോർട്ടുകളും എത്തി. അവിടെ ഒരു സെലിബ്രിറ്റി ലബൂബു വാങ്ങി, അവർക്ക് പിന്നെ ദുരന്തങ്ങൾ ഏറെ നേരിടേണ്ടി വന്നു. ഇവിടെ മറ്റൊരാൾ വാങ്ങി, അയാളുടെ കാർ നിന്ന് കത്തി. ഈ മട്ടിലുള്ള പോസ്റ്റുകൾ അവിടെയും ഇവിടെയും ഒക്കെ വൈറലായി. ഈ ഇന്റർനെറ്റ് സെൻസേഷന് പിന്നിലെ സത്യം എന്താണ്? പസൂസുവിന്റെ ചിത്രത്തിനടുത്തായി തവിട്ടു നിറത്തിലുള്ള ലബൂബു പാവയെ കാണിക്കുന്ന ഒരു വീഡിയോ ഇൻസ്റ്റഗ്രാം ഉപയോക്താവ് പോസ്റ്റ് ചെയ്തതോടെയാണ് വിവാദം ആരംഭിച്ചത്. നിങ്ങളുടെ കുട്ടികൾക്കോ നിങ്ങൾക്കോ വേണ്ടി ഈ പൈശാചിക കളിപ്പാട്ടം വാങ്ങരുത് എന്ന് മുന്നറിയിപ്പ് നൽകി. ദ സിംപ്സൺസിന്റെ സീസൺ 29 4ാം എപ്പിസോഡിൽ നിന്നുള്ള ഒരു ക്ലിപ്പ് കൂടി ഉൾപ്പെടുത്തിയ ഈ പോസ്റ്റ് അങ്ങ് വൈറലായി. വീഡിയോയിലെ മുന്നറിയിപ്പ് ഇങ്ങനെയായിരുന്നു: മാതാപിതാക്കളെ, നിങ്ങളുടെ കുട്ടികൾക്കായി ഈ കളിപ്പാട്ടം വാങ്ങരുത്. ഇത് ലബൂബു പാവകളുടെ ഉത്ഭവത്തെക്കുറിച്ച് വ്യാപകമായ തെറ്റായ വിവരങ്ങൾ പ്രചരിക്കാൻ കാരണമായി. എന്താണ് ലബൂബുവിന്റെ യഥാർത്ഥ കഥ? ഓൺലൈൻ കിംവദന്തികൾക്ക് വിരുദ്ധമായി ഹോങ്കോങ്ങിൽ ജനിച്ച കാർട്ടൂണിസ്റ്റായ കാസിങ് ലങ് ആണ് 2015 ലബൂബുകളെ സൃഷ്ടിച്ചത്. നെതർലൻഡ്സിലെ തന്റെ ബാല്യകാല യൂറോപ്യൻ യക്ഷിക്കഥകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് തന്റെ ദി മോൺസ്റ്റേഴ്സ് എന്ന ചിത്രീകരിച്ച പുസ്തക പരമ്പരയുടെ ഭാഗമായി ലബൂബുവിനെ അവതരിപ്പിച്ചു. 2019 ലങ് ചൈന ആസ്ഥാനമായുള്ള പോപ്പ് മാർട്ടുമായി സഹകരിച്ച് ഈ ഫാന്റസി കഥാപാത്രങ്ങളെ കളിപ്പാട്ടങ്ങളാക്കി മാറ്റി. അവയുടെ വിചിത്രമായ രൂപവും ബ്ലൈൻഡ് ബോക്സ് പാക്കേജിംഗ് ഫോർമാറ്റും കാരണം അതിവേഗം അവ ജനപ്രീതി നേടി. ലബൂബു വേഴ്സസ് പസൂസു, ഈവിൾ തിയറിയെക്കുറിച്ച് വിദഗ്ധർ പറയുന്നത്: വൈറൽ ഗൂഢാലോചനയിൽ ലബൂബുവിനെ പുരാതന മെസപ്പൊട്ടോമിയയിലെ ഒരു പുരാണ രാക്ഷസനായ പസൂസുവുമായാണ് ബന്ധിപ്പിച്ചിരിക്കുന്നത്. വസ്തുതാ പരിശോധനാ സൈറ്റ് snopes.com പാവകൾ പസൂസുവിനെ പോലെ അല്ലെന്ന് പറയുന്നു. പുരാണങ്ങളിൽ പസൂസുവിനെ പലപ്പോഴും ഒരു സംരക്ഷക വ്യക്തിയായി കണക്കാക്കിയിരുന്നുവെന്നും തിന്മയെ രൂപപ്പെടുത്തുന്നതിനു പകരം രക്ഷാകവചങ്ങളിൽ ഇത് ഉപയോഗിച്ചിരുന്നുവെന്നുമൊക്കെ ബ്രിട്ടാനിക്കയിലും പറയുന്നുണ്ട്. പുരാതനമോ സാങ്കല്പികമോ ആയ ഏതെങ്കിലും ഭൂതകാലവുമായി ലബൂബുവിന്റെ രൂപകൽപ്പനയെ ബന്ധിപ്പിക്കുന്ന വിശ്വസനീയമായ തെളിവുകളൊന്നുമില്ലെന്ന് സൈറ്റ് പറയുന്നു. പോപ്പ് മാർട്ടിന്റെയോ കാസിങ് ലങ്ങിന്റെയോ പ്രതികരണം കിട്ടിയിട്ടില്ലെന്നും സൈറ്റിലുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ മുൻകാല അഭിമുഖങ്ങൾ ലബൂബു കഥാപാത്രത്തിനു പിന്നിലെ പ്രാഥമിക പ്രചോദനങ്ങളായി യക്ഷിക്കഥകളെയും ബാല്യകാല നൊസ്റ്റുവിനെയുമാണ് പരാമർശിക്കുന്നത്. വിവാദങ്ങളിൽ കെട്ടടങ്ങിയോ ലബൂബു? നോ വേ. ലബൂബുവിന്റെ ജനപ്രീതി വർദ്ധിച്ചിട്ടേയുള്ളൂ. ഇനി വാൽകഷ്ണം. സുന്ദരികളായ പാവകൾ മാത്രം അങ്ങ് വിപണി പിടിച്ചാൽ പോരല്ലോ എന്ന ചിന്തയിൽ ഒരു ലബൂബുവിനെ ഈ ഉള്ളവളും വാങ്ങി. ജീവിതത്തിൽ ആദ്യമായൊരു അൺബോക്സിംഗ് ഒക്കെ നടത്തി. ഈ വീഡിയോ ചെയ്യുമ്പോഴും ആ ബ്ലൂ ലബൂബു വികൃതിയൊന്നും കാട്ടാതെ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ട്. മിക്കി മൗസും ഡൊണാൾഡ് ഡക്കും ടോം ആൻഡ് ജെറിയും ഉൾപ്പെടെ പല ഭാവനകളിൽ ഉരുത്തിരിഞ്ഞ പാവക്കുട്ടികളുടെ ശേഖരമുള്ളവരുണ്ട്. അവർക്കൊക്കെ ഏതെങ്കിലും പുരാതന പൈശാചിക കഥാപാത്രങ്ങളുമായി ബന്ധമുണ്ടാകുമോ എന്തോ? വാങ്നിങ് പെട്ടെന്ന് കാശുകാരനായതിലുള്ള കണ്ണുകടിയാണോ നെഗറ്റീവ് ലബൂബു കഥകൾക്ക് പിന്നിലെന്ന് ചോദിക്കുന്നവരുമുണ്ട്.